ഡ്രോയിങ് ഓഫ് റെഗുലർ പോളിഗൺ ആർക്ക് മെത്തഡാണ് ഇന്ന് വരക്കാനുള്ളത്. അപ്പോൾ അത് വരക്കുക എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഡ്രോ എ റെഗുലർ പോളിഗൺ ഓഫ് സൈഡ് ഹെക്സഗൺ 6 സൈഡ് ABCDEF ഓഫ് 30 mm ബൈ ആർക്ക് മെത്തഡ്. ആർക്ക് മെത്തഡ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ നമ്മൾ വരക്കാൻ പോകുന്നത്. അത് തന്നെ 30 mm അല്ലെങ്കിൽ 3 സെന്റിമീറ്ററിന്റെ ഒരു ലൈന് വരച്ചെടുക്കാം. ഈ ലൈനെ AB എന്ന് നെയിം ചെയ്യാം. ഇനി AB റേഡിയസ് ആയി വരുന്ന രീതിയിൽ A സെന്റർ വരുന്ന രീതിയിലും കോമ്പസിൽ ഒരു സെമി സർക്കിൾ, കോമ്പസ് കൊണ്ട് ഒരു സെമി സർക്കിൾ വരക്കാം. ഇതിന്റെ സെമി സർക്കിളിന് അറ്റവും എയും കൂടി ജോയിൻ ചെയ്യാം. ആ ജോയിൻ ചെയ്യുന്ന പോയിന്റ് P എന്ന് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇവിടെ 6 സൈഡഡ് ആയിട്ടുള്ള ഹെക്സഗൺ ആണ് വരയ്ക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ സെമി സർക്കിളിനെ നമ്മൾ 6 ഈക്വൽ പാർട്സ് ആക്കി മാറ്റുകയാണ് വേണ്ടത്. ഇനി 5 സൈഡ് ആയിരുന്നെങ്കിൽ ഈ സെമി സർക്കിളിനെ 5 ഈക്വൽ പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ സെമി സർക്കിളിന്റെ ചുറ്റുമുള്ള ആംഗിൾ 180 ഡിഗ്രിയാണ്. അപ്പോൾ അതിനെ 6 ഈക്വൽ പാർട്ടാക്കി ഡിവൈഡ് ചെയ്യുമ്പോൾ 180/6 ഈക്വൽ ടു 30 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മൾ പ്രൊട്രാക്ടർ എടുത്തിട്ട് പ്രൊട്രാക്ടറിൽ 30 ഡിഗ്രിയിൽ ഒരു ലൈന് വരക്കുക, ചെറിയൊരു ലൈൻ. അതിനുശേഷം 60, 90, 120, 150 അങ്ങനെ ഇത്രയും ഭാഗങ്ങളിലും ലൈന് വരച്ച് കംപ്ലീറ്റ് ചെയ്യാം. അതിനുശേഷം ഈ വരച്ചിരിക്കുന്ന നമ്മളിപ്പോൾ ആംഗിൾ മാർക്ക് ചെയ്തിരിക്കുന്ന ചെറിയ ലൈനുകൾ ഉണ്ടല്ലോ, അതും A എന്ന പോയിന്റും ടച്ച് ചെയ്യുന്ന രീതിയിൽ സ്കെയിൽ ഉപയോഗിച്ച് ഒരു ലൈന് വരക്കണം. ലൈന് കുറച്ച് അധികം നീളത്തിൽ തന്നെ വരക്കണം. കാരണം നമുക്ക് വരക്കാനുള്ള ഹെക്സഗണിന്റെ സൈഡ് കുറച്ച് നീളത്തിൽ വരച്ചാലേ കിട്ടുള്ളൂ. കുറച്ച് നീളത്തിൽ തന്നെ എല്ലാ ലൈനുകളും വരക്കാം. എന്നിട്ട് ഡിവിഷൻ പോയിന്റുകളൊക്കെ നമ്പർ ചെയ്യാം. 1, 2, 3, 4, 5. നെക്സ്റ്റ് ചെയ്യേണ്ടത് AB റേഡിയസ് ആയി വരുന്ന രീതിയിൽ കോമ്പസ് സെറ്റ് ചെയ്യാം. അതിനുശേഷം B സെന്ററായി വരുന്ന രീതിയിൽ AB റേഡിയസിൽ നമ്മളിപ്പോൾ വരച്ച A5 എന്ന ലൈൻ ഉണ്ടല്ലോ, A5 കുറച്ച് അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അല്ലേ, A5 എന്ന ലൈനിലേക്ക് ഒരു ആർക്ക് കട്ട് ചെയ്യാം. ഇനി ഈ കട്ട് ചെയ്ത പോയിന്റിൽ കോമ്പസ് വെക്കുക. സെയിം റേഡിയസ് തന്നെ, മാറ്റമൊന്നുമില്ല. റേഡിയസിന് പിന്നെ ഒരു മാറ്റം വരുത്താൻ പാടില്ല. കട്ട് ചെയ്ത പോയിന്റിൽ കോമ്പസ് വെക്കുക. ഇനി A4 എന്ന ലൈനിലേക്ക് ഒരു ആർക്ക് കട്ട് ചെയ്യാം. വീണ്ടും അതേ പരിപാടി തന്നെ. നമ്മളിപ്പോൾ കട്ട് ചെയ്ത പോയിന്റിൽ കോമ്പസ് വെക്കുന്നു. ഇനി നെക്സ്റ്റ് A3 എന്ന ലൈനിൽ ഒരു ആർക്ക് കട്ട് ചെയ്യാം. സെയിം പ്രോസസ് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു. A2 എന്ന ലൈനിലാണ് നമ്മളിവിടെ ആർക്ക് വരക്കുന്നത്. A2 കുറച്ച് താഴോട്ടാണ് വരക്കേണ്ടത്. ആർക്ക് ലൈന് നമുക്ക് രണ്ട് സൈഡിലും വരക്കാം, പക്ഷെ നമുക്ക് ഇത് താഴോട്ടാണ് വരക്കേണ്ടത്. എന്നാലാണ് നമുക്കിത് ഇവിടെ ഇങ്ങനെ ഹെക്സഗൺ ഷേപ്പായി കിട്ടുള്ളൂ. ഹെക്സഗൺ ഷേപ്പ് എന്ന് വെച്ചാൽ അറിയാലോ, ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ജോയിൻ ചെയ്യണം. ഇനി എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ കട്ട് ചെയ്ത പോയിന്റുകളിലൂടെയൊക്കെ നമ്മൾ ലൈന് വരക്കണം. അപ്പം അതിന് നമ്മൾ സ്കെയിലും പെൻസിലും എടുക്കാം. B എന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് B മുതൽ നമ്മൾ ആദ്യം കട്ട് ചെയ്ത ആർക്ക് വരെയുള്ള ഭാഗത്ത് ഒരു ലൈന് വരക്കാം. ഇനി ഇതേ പരിപാടിയിൽ ബാക്കി എല്ലാ പോയിന്റും ജോയിൻ ചെയ്യുന്ന രീതിയിൽ ലൈൻ വരക്കാം. ഇനി ഈ പോയിന്റുകളേക്ക് നെയിം ചെയ്യാം. AB നമ്മൾ ആദ്യം നെയിം ചെയ്തിട്ടുണ്ട്. ഇനി CDEF കൂടി നെയിം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ആർക്ക് മെത്തേഡിൽ റെഗുലർ ഹെക്സഗൺ വരക്കുന്ന പ്രോസസ്സ് കഴിഞ്ഞു. അപ്പോൾ ഇത്രയാണ്